ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك ولقد أرسلنا رسلا من قبلك منهم من قصصنا عليك ومنهم من لم نقصص عليك. تفصيل 25 لزم كل مكلف فحقق واغتنم. هم آدم إدريس نوح هود مع صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتدى شعيب هارون وموسى واليسع ذو الكفل داود سليمان اتبع إلياس يونس زكريا يحيى عيسى وطه خاتم دغيا عليهم الصلاة والسلام وآلهم ما دامت الأيام. അപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദുൽ മർസൂഖ് ഹസനി റഹിമഹുല്ലാ അഖീദത്തുൽ അവാം എന്ന് പറയുന്ന നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അഖീദ പഠിപ്പിക്കുന്ന ഒരു ചെറു കൃതിയാണ്. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളും പ്രവാചകന്മാർക്കുള്ള സിഫത്തുകളൊക്കെ പറഞ്ഞതിന് ശേഷം ആ പ്രവാചകന്മാരിൽ നിന്ന് 25 പേരെ വിശദമായ നിലക്ക് നാം വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നാണ്. എന്താണ് തഫ്സീറു 25 ലസീം? 25 ആളുകൾ 25 പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ളവർക്കും തഫ്സീൽ നമുക്ക് എല്ലാ മുക്കല്ലഫിനും ലാസിമാണ്. തഫ്സീൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രവാചകന്മാരെ പേരെടുത്തുകൊണ്ട് നാം ഇന്ന പ്രവാചകനിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം. അതാണ് 25 പ്രവാചകന്മാരെ പേരെടുത്തുകൊണ്ട് ഞാൻ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ മൂസാ നബിയിൽ വിശ്വസിക്കുന്നു, ഇബ്രാഹിം നബിയിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പേരും വ്യക്തിയെയും എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള വിശ്വാസമാണ് തഫ്സീലിയായ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലേ? എല്ലാവരും അങ്ങനെ വിശ്വസിച്ചവരല്ലേ? നമ്മുടെ നബിനെ വിശ്വസിച്ചാൽ മതി, എല്ലാം വിശ്വസിക്കലായോ? അത് വരില്ല കേട്ടോ. നമ്മുടെ നബിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എല്ലാ പ്രവാചകന്മാരിലും വിശ്വാസം വരില്ല. നേരെ മറിച്ചുകൊണ്ട് ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കൽ വരും. വ്യത്യാസമുണ്ട്. ഒരു നബിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അയാൾ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചവനെ പോലെയാ, യാതൊരു സംശയമില്ല. അതേ അവസരത്തിൽ ഒരു പ്രവാചകനിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രവാചകനിലും വിശ്വാസം വരുന്നില്ല. അത് നാം 25 പ്രവാചകന്മാരെ സംബന്ധിച്ച് വേറെ വിശദമായിട്ട് തന്നെ നാം അവരെ പേരും വ്യക്തികളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസം നമുക്ക് ഓരോ മുക്കല്ലിഫിനും ലാസിമാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ അവരുടെ പേര് വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓതി വെച്ച ആയത്ത് സൂറത്ത് നിസായിലെയും സൂറത്ത് ഗാഫിറിലെയും ഈ 2 സൂറത്തിലും ഒരേ വിഷയമാണ് പറയുന്നത്. എന്താ സൂറത്ത് നിസായിൽ പറയുന്നത്? വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ. ചില പ്രവാചകന്മാരെ, ആ പ്രവാചകന്മാരെ അവരുടെ ചരിത്രം നബിയെ താങ്കൾക്ക് നാം പറഞ്ഞു തന്നിട്ടുണ്ട് മിൻ ഖബൽ, മുമ്പ്. വറുസുലൻ ലം നഖ്സസുഹും അലൈക. കുറേ പ്രവാചകന്മാർ ചരിത്രം പറയാത്തതുമുണ്ട്. മനസ്സിലായില്ലേ? കുറേ പ്രവാചകന്മാരെ പറയാത്തതുമുണ്ട്. അള്ളാഹു തആല പറയാണ്, അതാണ് സൂറത്ത് നിസായിൽ 164-ാമത്തെ ആയത്തിൽ
എന്നാൽ സൂറത്ത് ഗാഫിർ 78-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലികോ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം ഒരുപാട് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതെ, വിശദമായി അറിയാന്ന് പറഞ്ഞാൽ തന്നെയാണ്. മൂസാ നബിയിൽ ഇമ്രാൻ നബിയുടെ മകനായ മൂസാ നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈസബിന് മറിയം ബീവി റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാമിന്റെ മകനായ ഈസാ നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു. റസൂൽ നബിയുമാണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? നൂഹ് നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇബ്രാഹിം നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പേരെടുത്തുകൊണ്ട് തന്നെ പറയണം. അങ്ങനെയാണ് നമ്മുടെ ആലിമ്യങ്ങളൊക്കെ കിതാബിൽ വിശദീകരിച്ചതായി കണ്ടത്. അതായത് അസ്മാ അഷ്ഖാസ് കൊണ്ട് വ്യക്തമാക്കുക എന്നുള്ള, പേരും വ്യക്തികളെയും വ്യക്തമാക്കി പറയുക. അതാണ് വിശദമായ വിശ്വാസം. തഫ്സീൽ നൽകുന്ന ഒരാൾ, ഇജ്മാലം നൽകുന്ന ഒരാൾ ഖുർആനിൽ പറയപ്പെട്ട, അതായത് പിന്നെ മറ്റുള്ള പ്രവാചകന്മാരെ കൊണ്ട് ഹദീസിൽ വന്നതാ, ഹദീസ് കൊണ്ട് തെളിഞ്ഞ പ്രവാചകന്മാർ മാത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഹദീസ് കൊണ്ട് മാത്രം തെളിഞ്ഞ പ്രവാചകന്മാരുണ്ട്, ഖുർആനിൽ പറയാത്തത്. പക്ഷെ ഖുർആനിൽ ചിലർ നബിമാരാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, നബിമാരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവരെ പേര് പറഞ്ഞിട്ടില്ല. നാം മനസ്സിലാക്കണം, നബിമാരാണെന്ന് പറഞ്ഞവരെ മുഴുവനും പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? നാം വിശ്വസിക്കൽ നിർബന്ധമാണ്. തഫ്സീലു ഖംസത്തും വൈശ്രീന ലസിം കുല്ലാ മുക്കല്ലഫിൻ ഫഹഖിഖ് വഗ്തനിം, അവരെ പേര് തഹഖീഖ നൽകി മനസ്സിലാക്കി പഠിക്കണം, അതിൽ വിശ്വസിക്കുകയും വേണം. അങ്ങനെ നീ കൂലി സമ്പാദിക്കും. നിന്റെ ഫർള കാര്യം, നിനക്ക് നിർബന്ധമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് നീ കൂലി സമ്പാദിക്കുകയും ചെയ്യണം. അതാണ്. അപ്പോൾ ആരൊക്കെയാണ് പിന്നെ ഈ 25 പ്രവാചകന്മാർ? അതാണ് മുസന്നിഫ് അവർകൾ രണ്ടാമത്തെ ബൈത്തിലായിട്ട് നമ്മൾ പറഞ്ഞത്. ഹുമാദമുന്നിദിരീസു നൂഹുൻ ഹൂദ് മഅ സ്വാലിഹി വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ. അവര് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമാണെന്ന്. പിന്നെ ഇദ്രീസ് ഒക്കെ അത് തെർത്തീബായിട്ടാട്ടോ. അതൊക്കെ മുസന്നിഫ് അവർകൾ തെർത്തീബായിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത് ആരാണ്? ആദം നബി അലൈഹിസ്സലാം അല്ലേ? മറ്റുള്ള കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് വാദിൻ്റെ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ വിശദീകരണത്തിൻ്റെ ഒരു കാര്യമില്ല. ആദം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അബുൽ ബഷറാണ്, അബുൽ അംബിയ. എല്ലാ ആദ്യത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ പിതാവാണ്, ആദ്യത്തെ നബിയുമാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം. പിന്നീട് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഞാൻ നിങ്ങൾ ഒരു ചാർട്ട് നമുക്കിവിടെ നോക്കാം. പ്രവാചകന്മാർ ആദ്യം തന്നെ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ, അതായത് തൂഫാൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാരാണ് ഇദ്രീസ് നബി, ആദം നബി, ഇദ്രീസ് നബി കേട്ടോ. തൂഫാൻ്റെ മുമ്പ് വലിയൊരു പ്രളയം ഉണ്ടായില്ലേ നൂഹ് നബിൻ്റെ കാലത്ത്? നൂഹ് നബിൻ്റെ കാലത്തുണ്ടായ പ്രളയത്തിനാണല്ലോ തൂഫാൻ എന്ന് പറയുന്നത്. ആ തൂഫാൻ്റെ മുമ്പ് ജീവിച്ചിരുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഒക്കെ സന്താന പരമ്പരപ്പെട്ട. ആദം നബിയുടെ മകനല്ലേ ഇദ്രീസ് അലൈഹിസ്സലാം. ഷുഐബ് പിന്നെ അപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ അവരെന്ന് പോകുന്നവരാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതാ ഹും ആദമുൻ ഇദ്രീസ് നൂഹുൻ. ഈ നൂഹ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? നൂഹ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ആർക്കെങ്കിലും അറിയോ? നൂഹ് നബിക്ക് മക്കളില്ലാന്നോ? അത് സമ്മതിക്കൂല. നൂഹ് നബിക്ക് മക്കളെ നമ്മളിവിടെ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? നൂഹ് നബിക്ക് കനാൻ എന്നുള്ളത് പിന്നെ ഒരു മകനാ. 4 മക്കളുണ്ടായിരുന്നു കേട്ടോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 4 മക്കൾ. ഏതൊക്കെയാണ്? ഹാമ്, സാമ്, ഹാഫിസ്, കനാന്. ഈ 4 മക്കളാണ്. ഹാമും സാമും യാഫിസും അതുപോലെ തന്നെ കനാന്. അതിൽ ആര് മരിച്ചു? ആര് വെള്ളപ്പൊക്കത്തിൽ താന്നുപോയി? കനാൻ എന്ന് പറയുന്ന മകന് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ കയറാൻ വിസമ്മതിച്ചല്ലോ, ഖുർആൻ ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. കനാനല്ലാത്ത 3 മക്കളും പിന്നീട് ജീവിച്ചു. അവരിൽ നിന്നാണ് ഓരോ വിഭാഗങ്ങൾ ഉണ്ടായത്, മനുഷ്യന്റെ വിഭാഗങ്ങളൊക്കെ. സെമിറ്റിക് എന്ന് കേട്ടില്ല? സെമിറ്റിക് വിഭാഗങ്ങളൊക്കെ തന്നെ. ഹാമ്, സാമ്, യാഫിസ്. ഹാം, സാമ്, യാഫിസ് ഇവരാണ് മറ്റു 3 മക്കൾ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ. ഈ സാമിൽ നിന്നാണ് ആരൊക്കെ വന്നതെന്നറിയോ? മനസ്സിലാക്കണം. സാമിൽ നിന്നാണ് ഹൂദ് നബി അലൈഹി സ്വലാം,
അതുപോലെ തന്നെ സാം എന്നിവരുടെ പരമ്പരയിലാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം, അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി ഇസ്ലാം ഒക്കെ. കേട്ടില്ലേ? അതേ സാമിലുള്ള പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും. ആ സാമിന് പരമ്പരയിൽപ്പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും. നൂഹ് നബി അലൈഹി ഇസ്ലാം, അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം, പിന്നീട് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം, പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാം, 3 പ്രവാചകന്മാരായി. ഈ പ്രവാചകന്റെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് 4 മക്കൾപ്പെട്ട 3 മക്കളിൽ നിന്നാണ് പിന്നീട് പിന്നെ ഇന്ത്യക്കാരും അതുപോലെ തന്നെ പിന്നെ ഈ സുഡാനികളും കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും അതുപോലെയുള്ള എല്ലാ മക്കളും ഉണ്ടായത്, എല്ലാ വിഭാഗം മനുഷ്യരൊക്കെ ഉണ്ടായത് ഈ 3 സന്താനങ്ങളിൽ നിന്നാണ്. സാമ് എന്നിവരെന്നുള്ളായിരിക്കുന്ന പ്രവാചകന്മാരാണ്, സാമ് വഴി വന്ന പ്രവാചകന്മാരാണ് പിന്നീടുണ്ടായവരൊക്കെ തന്നെ. കേട്ടില്ലേ? നമുക്ക് ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുണ്ടല്ലോ, അവരൊക്കെ ആരിൽ നിന്ന് വന്നവരാണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ സാം, അതായത് സെമിറ്റിക് പ്രവാചകന്മാര്. അതെ, അതന്നെ സെമിറ്റിക് പ്രവാചകന്മാരൊക്കെ സെമിറ്റിക് വിഭാഗത്തിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. യൂറോപ്പിൽ എന്തുകൊണ്ട് യൂറോപ്യന്മാർ കൂടുതൽ വന്നിട്ടില്ല, യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല. ഒക്കെ സെമിറ്റിക് വിഭാഗത്തിലാണ് പ്രവാചകന്മാര് വന്നിരിക്കുന്നത്. സെമിറ്റിക്കിൽ യൂറോപ്യന്മാർ പോയെങ്കിൽ പ്രശ്നമില്ല. ഏതല്ലാവട്ടെ, പിന്നെ അപ്പോൾ സാമി എന്നവരുടെ അവരിലുള്ള ഒരു പരമ്പരപ്പെട്ടാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം, അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രവാചകന്മാര് നോക്കണം നമ്മൾ. പിന്നെ ഏതാണ് ഈ പ്രവാചകന്മാർക്ക് മറ്റൊരു വിശേഷത കൂടി ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രവാചകന്മാരുടെ വിശേഷത? ഇവര് ആരായിരുന്നു? പിന്നെ അറബികളായിരുന്നു എന്നുള്ള പ്രവാചകന്മാര് ഈ സാലിഹ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാം ഒക്കെ തന്നെ ആരായിരുന്നു? അറബി പ്രവാചകന്മാരായിരുന്നു. 4 പ്രവാചകന്മാർ മാത്രമാണ് യഥാർത്ഥത്തിൽ അറബി പ്രവാചകന്മാരുണ്ടായത്. ആരൊക്കെയാണെന്ന് അറിയത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറബി പ്രവാചകനാണെന്ന്. ഇബ്രാഹിം നബി അറബി അല്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മൂസാ നബിയും ഒക്കെ അറബി സംസാരിക്കുന്നവരായിരുന്നില്ല. ആരായിരുന്നു? അവരൊക്കെ വിവിധ ഭാഷകൾ, ഹിബ്രു, സിറിയക് തുടങ്ങിയതായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഭാഷ എന്തായിരുന്നു? ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഭാഷ എന്തായിരുന്നു? ആർക്ക് പറഞ്ഞോ? ഏതായിരുന്നു ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ച ഭാഷ? അറബിയാണോ? ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ച ഭാഷ അതെ, സുറിയാനി എന്ന ആറാമിക് ഭാഷ, സുറിയാനി ഭാഷയിൽപ്പെട്ടതായ ആറാമി ഭാഷയായിരുന്നു. ഇന്നിപ്പോൾ സിറിയ ഉണ്ടല്ലേ, ഈ സിറിയയിലൊക്കെ ആ ഭാഗത്ത് തന്നെ ഈ സിറിയന്റെ ഇപ്പോഴത്തെ പല നാടുകളുടെയും സിറിയയിലെ പല രാജ്യങ്ങളുടെയും പല പ്രദേശങ്ങളുടെയും പേര് തന്നെ സിറിയക്ക് ഭാഷ, സുറിയാനി ഭാഷയോട് ചേർത്തുകൊണ്ടാണ് ഇപ്പോഴും ആ പഴയ പേര് തന്നെയുള്ളത് സിറിയയിലൊക്കെ. അപ്പോൾ സുറിയാനി ഭാഷ, അതായത് ആറാമിക് ഭാഷയായിരുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഹിബ്രു ഭാഷ. അതുപോലെ തന്നെ അപ്പോൾ അറബി പ്രവാചകന്മാർ 4 ആൾ മാത്രമേ ഉള്ളൂ. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ആരൊക്കെയാണെന്നറിയോ? നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ് സാമിന്റെ മക്കളായ സാമ് എന്നിവരുടെ പരമ്പരയിൽ ജനിച്ചവരായ ഹൂദ് നബി അലൈഹി സ്വലാം, അതുപോലെ സാലിഹ് നബി അലൈഹി സ്വലാം. ഈ പ്രവാചകന്മാരൊക്കെ തന്നെ പ്രവാചകന്മാർ മുഴുവനും നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന പ്രവാചകന്മാർ ഒക്കെ ആരുന്നത് തന്നെയാണ് സാമു എന്ന് പറയുന്ന സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ആയിരുന്നു. അപ്പോൾ അറബി പ്രവാചകന്മാർ 4 പേരിൽ ഒരാൾ ഹൂദ് നബി അലൈഹി സ്വലാം, മറ്റൊന്ന് സാലിഹ് നബി അലൈഹി സ്വലാം, മറ്റൊന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം, മറ്റൊന്ന് ആരാണ്? 3 പ്രവാചകന്മാർ. 4ാമത്തെ പ്രവാചകൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 4 പ്രവാചകന്മാർ മാത്രമേ അറബികളുള്ളൂ. ബാക്കി 21 ഖുർആനിൽ പറഞ്ഞ 21 പ്രവാചകന്മാരും അറബികളല്ലായിരുന്നു. കേട്ടില്ലേ? ബാക്കിയുള്ള മറ്റുള്ള പ്രവാചകന്മാരും അറബികളല്ല. പക്ഷെ അറബികളല്ല എന്ന് എഴുതിയിട്ട് പോകാം. അറബി ഭാഷ അറിയില്ല എന്നൊന്നും വരില്ല കേട്ടോ. അറബി ഭാഷ അറിഞ്ഞുകൂടായികയില്ല. അവരുടെ പിന്നെ ഇതിനനുസരിച്ച് കൊണ്ട് അവർ മനസ്സിലാക്കിയിരിക്കാം. നമ്മളൊക്കെ ഇപ്പോൾ അറബി സംസാരിക്കുന്നു, നമ്മൾ അറബികളായിട്ട് അല്ലല്ലോ. ഏതായിരുന്നാലും അപ്പം 4 പ്രവാചകന്മാർ മാത്രമാണ് 25 പ്രവാചകന്മാരെന്ന് അറബികൾ ആ ഒരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ.
അതൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, മിൻഹും അർബഅത്തും മിനൽ അറബ് ഹൂദുൻ വസാലിഹുൻ വശുഐബുൻ വനബിയുക യാ അബൂദർ. അബൂദറെ, ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്റെ പ്രവാചകനായ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള അറബികളുടെ പേരെന്താ? അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ മുതൽക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആയിരിക്കുന്ന അറബികൾക്കുള്ള പേരാണ് അൽ അറബുൽ മുസ്തഅരിബ. കണ്ടോ, അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 വിഭാഗമാണ് അറബികൾ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം തുടങ്ങിയതായിരിക്കുന്ന പ്രവാചകന്മാർക്ക് എന്തെന്ന് പറയും? അറബുൽ ആരിബ എന്നാണ് പറയാ, ഹൂദ് നബി, സാലിഹ് നബി ഒക്കെ. അതേ അവസരത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരേക്കുള്ള അറബികൾക്കുള്ള പേരെന്താണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്, കാരണം പിന്നെ പ്രവാചകന്മാരില്ലല്ലോ അല്ലേ? നോക്കണം കളി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആ കണ്ണി ഫുൾ കാലിയായി കിടക്കുകയാണ്. അറബികളില് കാലിയായി കിടക്കാറ്, ഒറ്റ പ്രവാചകനെ കാണില്ല. പിന്നെ ആയിരങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ, എത്ര വർഷം? ഏകദേശം ഒരു 5000 വർഷം മുമ്പേ ആയിരിക്കാം. ഏകദേശം 5000 വർഷത്തിന് ഇങ്ങോട്ട് എന്തില്ല, ഒരു പ്രവാചകനും വന്നിട്ടില്ല അറബികളിൽ. അവസാനമായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ വരുന്ന ഏക പ്രവാചകൻ ആര് മാത്രമാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മുമ്പും ഹൂദ് നബി അലൈഹി സ്വലാം, സാലിഹ് നബി സ്വലാമിന്റെ ശേഷം ഇടക്കുമുള്ളായിരിക്കുന്ന ഇസ്മായിൽ നബിന്റെയും ഹൂദ് നബി അലൈഹി സ്വലാമിന്റെയും ഒക്കെ ഇടക്ക് വന്നായിരിക്കുന്ന അറബികളുണ്ടല്ലോ, ആ അറബികൾക്കാണ് അൽ അറബുൽ ബായിദ എന്ന് പറയുന്നത്. ഈ പ്രവാചകന്മാർക്ക് ഹൂദ് നബി അലൈഹി സ്വലാമിനും സാലിഹ് നബി അലൈഹി സ്വലാമിനും അറബുൽ ആരിബ എന്ന് പറയുന്നു. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുതൽക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളായിരിക്കുന്ന ഇന്ന് വരെ പോരുന്ന അറബികൾക്കൊക്കെ ഉള്ള പേരെന്നാണ് അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ശരിയാ നിലക്കുള്ള അറബി ആയിരുന്നില്ല. ഇസ്മായിൽ നബി ബഹുഭാഷ പണ്ഡിതനായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. കാരണം എന്തുകൊണ്ട്? ഉമ്മ ആരാണ്? ഹാജറ ബീവി. ഹാജറ ബീവിന്റെ ഭാഷ എന്താണ് അല്ലേ? ഉമ്മ സംസാരിക്കുന്ന ഭാഷ മാതൃഭാഷ. അപ്പം പിന്നെ കേപ്റ്റിക് ആയിരുന്നു അല്ലേ? കിബ്തി വംശജിയായിരുന്നില്ലേ ഹാജറ ബീവി? കിബ്തി വംശജിയായിരുന്നു ഹാജറ ബീവി. അപ്പോൾ കേപ്റ്റിക് ഭാഷ അറിയാമായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്. അതുപോലെ തന്നെ ഹിബ്രു ഭാഷയും അറിയാമായിരുന്നു, പിതാവിന്റെ ഹിബ്രു ഭാഷയും അറിയാമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അറബി ഭാഷയും അറിയാം. എന്തുകൊണ്ട്? എവിടെ ജീവിച്ചത്? മക്കയിലാണ് ജീവിച്ചത്. അമാലിക്ക വിഭാഗക്കാരുമായി കൂടിക്കലർന്നുകൊണ്ട്, അറബികളാണല്ലോ അമാലിക്ക പിന്നെ വിഭാഗവുമായിട്ട്, ജുർഹും വിഭാഗവുമായിട്ട്, കബീലയുമായിട്ട് കൂടിക്കലർന്ന് ജീവിച്ചുകൊണ്ട് അവിടുന്ന് അറബിയും പഠിച്ചു. അങ്ങനെ പല ഭാഷകളും കൈവശമുള്ള പ്രവാചകനായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുതൽക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന എല്ലാ അറബികളുടെയും പേര് അൽ അറബ്. നമ്മൾ പറയില്ല ചരിത്രാതീത കാലം എന്നും നമ്മൾ പറയല്ലേ, മറ്റേ സ്കൂളൊക്കെ പഠിക്കുന്നില്ലേ? എന്ത് ശിലായുഗമെന്നും കാളവണ്ടി യുഗമെന്നൊക്കെ പല യുഗമായിട്ട് പറയുന്നില്ല. അതുപോലെ അറബികളെ നമുക്ക് 3 വിഭാഗമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, നമ്മൾ ആ ചാർട്ട് നോക്കുകയാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം, പിന്നീട് ഇദ്രീസ് നബി അലൈഹി സ്വലാം. ആദം നബി, ഇദ്രീസ് നബിയും തൂഫാന് മുമ്പുള്ളവര്. നുഹ് നബി മുതൽക്ക്, നുഹ് നബിന്റെ തൂഫാന് ശേഷം, ആ തൂഫാൻ ഉണ്ടായത് നുഹ് നബിന്റെ കാലത്താണല്ലോ അല്ലേ? ആർക്കും സംശയമുണ്ടോ? തൂഫാൻ ഉണ്ടായത് നുഹ് നബിന്റെ കാലത്തോ ലൂത്ത് നബിന്റെ കാലത്തോ? ആർക്കാണ് സംശയമുള്ളത്? ഇപ്പോഴും തീർന്നില്ലേ? അതെ 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 അതെ. ഹുസൈൻ ചോദിക്കുന്നുണ്ട് ലൂത്തല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? തൂഫാൻ എന്ന് പറയുന്ന മഹാപ്രളയം ഉണ്ടായിരുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്. ഓക്കെ, അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കളായ 3 മക്കളിൽ പെട്ടതായിരിക്കുന്ന സാമ് എന്നവരിലാണ് സർവ്വപ്രവാചകന്മാരും വന്നിരിക്കുന്നത്.
അങ്ങനെയല്ല, ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാർ വന്നിരിക്കുന്ന 25 പ്രവാചകന്മാരിൽ പെട്ടതായിരിക്കുന്ന 22 പ്രവാചകന്മാരും വന്നിരിക്കുന്നത് ആരിലാണ്? സാം എന്നവരുടെ വിഭാഗത്തിലാണ്. അപ്പൊ യാഫിസിലും ഹാമിലും ഒക്കെ വന്നിട്ടുണ്ടാവൂലേ? വന്നിട്ടുണ്ടാവാം. പക്ഷേ ഖുർആനിൽ പറഞ്ഞാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഓ നബിയെ പേര് പറഞ്ഞു തരാത്തതായിരിക്കുന്ന, കിസ്സ പറഞ്ഞു തരാത്തതായിരിക്കുന്ന പ്രവാചകന്മാരുമുണ്ട് കേട്ടോ എന്നുള്ള പറഞ്ഞല്ലോ. അപ്പോൾ ഹാമിലും ഉണ്ടായിരിക്കാം പ്രവാചകന്മാര്, സാമിലും ഉണ്ടായിരിക്കാം പ്രവാചകന്മാര്. നമുക്കത് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഖുർആനിൽ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, 25 പ്രവാചകന്മാര്. ആ 25 പ്രവാചകന്മാരിൽ നൂഹ് നബിന്റെ മക്കളായ സാമിൽ നിന്നാണ് 23 പ്രവാചകന്മാർ വന്നിരിക്കുന്നത്, സാമു വഴിയുള്ളവരിൽ നിന്ന്. പിന്നെ ഓക്കെ, അപ്പം ഇനി അവിടെ നോക്കി, ഇബ്രാഹിം നബി എത്തി. നമ്മളിപ്പോ അവിടേക്ക് എത്തി. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ നേരെ ഇബ്രാഹിമിലേക്ക് നമ്മൾ ചേർന്നു. അമ്മിൻ ദുരിയത്തി നമ്മൾ ഖുർആനിൽ പറഞ്ഞില്ലേ വളരെ വ്യക്തമായ നിലക്ക്. ബഹുമാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഓതിയിട്ടുണ്ട്. എന്താണ്? വതിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹിം അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം. ഉണ്ടോ? അതത്രേ നമ്മുടെ ന്യായപ്രമാണം. അത്ര അത് ആതൈനാഹാ ഇബ്രാഹിം അലാ ഖൗമിഹി. ആ ന്യായപ്രമാണത്തെ നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകി തന്റെ ജനതക്ക് ഓതിക്കൊടുക്കാൻ. നർഫോ ദറജാതിൻ മൻ നശാഇ, നാം ഉദ്ദേശിക്കുന്നവരൊക്കെ നാം പടിപടിയായി ഉയർത്തും. ഇന്ന റബ്ബക ഹകീമുൻ അലീം വഹബ്നാ ലഹു ഇസ്ഹാഖ. ആ ഇബ്രാഹിം നബിക്ക് നാം ആരെ നൽകി? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ നൽകി. യാക്കൂബിനെ നൽകി. കുല്ലൻ ഹദൈന, എല്ലാവരും നാം ഹിദായത്തിലാക്കി എന്ന് വെച്ചാൽ പ്രവാചകത്വം നൽകി. വനുഹൻ ഹദൈന മിൻ ഖബ്ലു, അവർക്ക് മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാമിന് നാം ഹിദായത്ത് നൽകി. വമിൻ ദുരിയത്തി ദാവൂദ് സുലൈമാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരപ്പെട്ടവരാണ് ദാവൂദ് എന്നവരും സുലൈമാൻ എന്നവരും അയ്യൂബ് എന്നവരും യൂസുഫ് മൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ വയഹ്യ വഈസ വഇല്യാസ കുല്ലും മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വൽയസാ വയൂനുസ വലൂതൻ വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. ഉണ്ടോ? ഇസ്മായിൽ നബി ഇസ്ലാമിനെ, അലിസ് അലി ഇസ്ലാമിനെയും യൂനിസ് നബിയെ, യൂത്ത് നബി അലി ഇസ്ലാമിനെ എല്ലാവരെയും നാം അവർ ജീവിച്ചിരുന്നതായിരിക്കുന്ന ആ ലോകത്തുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠവാന്മാരാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഇവിടെ തന്നെ 18 പ്രവാചകന്മാരെ പറഞ്ഞു കഴിഞ്ഞു. ഒരൊറ്റ ആയത്തിൽ 18 പ്രവാചകന്മാരെ അല്ലാഹു തആല എണ്ണിയിരിക്കുന്നു. ഇതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി നോക്കുന്നുണ്ടോ? ഇബ്രാഹിം നബിന്റെ ഒരു മകനാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. മറ്റൊരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ആ ഇസ്ഹാഖ് നബി എന്ന് പോരുന്ന പ്രവാചകന്മാരെന്ന് എണ്ണി വെക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മക്കളെ എത്ര? യാക്കൂബ് നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബിക്കുള്ള ഒരു മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. ആ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒരു മകനാണ് ആര്? യൂസുഫ് അലൈഹി സ്വലാം. അല്ലേ? യാക്കൂബ് നബിന്റെ മകനല്ലേ? യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. ഉണ്ടോ? പാട്ട് എല്ലാവർക്കും കുട്ടികൾക്കും കാണാതെ കിട്ടുന്ന യാക്കൂബ് നബിന്റെ മകനായിട്ടാണ് ആര് വന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാം വന്നിരിക്കുന്നത്. പക്ഷെ ആ യാക്കൂബ് നബിക്ക് വേറെ എത്ര മക്കളുണ്ടായിരുന്നു? 11 മക്കളുണ്ടായിരുന്നു. അല്ലേ? ആ 11 മക്കൾ അവർക്ക് പ്രവാചകന്മാരായിരുന്നു. നാം മനസ്സിലാക്കണം. അതാണ് അസ്ബാത്ത് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 25 പ്രവാചകന്മാര് പേര് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. എന്നാൽ ഈ ചില പ്രവാചകന്മാരെ ചില ആളുകൾ പ്രവാചകന്മാരാണെന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ പേര് പറഞ്ഞിട്ടില്ല. അതാരാണ്? അതാണ് ഈ അസ്ബാത്ത് എന്ന് ഖുർആനിൽ കാണുന്ന വിഭാഗം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം. അസ്ബാത്ത് എന്ന് ഖുർആനിൽ പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അസ്ബാത്ത് എന്ന് വിശേഷിപ്പിച്ചതായിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നോക്കുക, നമുക്ക് 1-2 ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. അതായത് ഖുർആനിൽ പ്രവാചകന്മാരാണെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. പക്ഷേ എന്തില്ല, അവരെ സംബന്ധിച്ചുകൊണ്ട് അവരെ പേരോ വിവരങ്ങളോ ഖുർആൻ പറഞ്ഞിട്ടില്ല. നോക്കൂ, ഒരു ഉദാഹരണം. സൂറത്തുൽ ബഖറ 136-ാമത്തെ ആയത്ത് നോക്കൂ. എന്താ? വഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ
വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്ത്. കണ്ടോ, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, നിങ്ങൾ പറയണം ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്കും മക്കളായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലേക്കും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിലേക്കും യാക്കൂബ് നബി അലൈഹി സ്വലാമിലേക്കും അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് എല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വല്ലസ്ബാത്ത്, അസ്ബാത്തിലേക്ക് ഇറക്കപ്പെട്ടതായിരിക്കുന്ന ഗ്രന്ഥം കൊണ്ടും ഏടുകൊണ്ടൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ എന്തായി അസ്ബാത്തിലേക്ക് ഇവിടെ ആരാണ് ഈ അസ്ബാത്ത് എന്ന് പറഞ്ഞാല്? ആരാണ് ഈ അസ്ബാത്ത്? അല്ലാഹു തആല അവരെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞത് 25 പ്രവാചകന്മാരാണ്. പക്ഷേ അസ്ബാത്ത് പ്രവാചകന്മാരാണെന്ന് തെളിവല്ലേ? എന്ത്? വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഖൂബ വല്ലസ്ബാത്ത്, യാക്കൂബ് നബിക്കും അവരെ പിതാവായ ഇസ്ഹാഖ് നബിക്കും അവരെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനൊക്കെ ഇറക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അസ്ബാത്തിലേക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ആരാണ് ഈ അസ്ബാത്ത്? യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളാണ് അസ്ബാത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ 12 മക്കളിൽ ഒരാളുടെ പേര് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ആ പേരേതാണ്? യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളിൽ ഒരാളുടെ പേര് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ആ പേരൊന്ന് പറയട്ടെ. അവിടെ പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആരാണല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളിൽ നിന്ന് ഒരാളുടെ പേര് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. യൂസുഫ് അലൈഹി സ്വലാമിന്റെ പേര് മാത്രമേ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 11 പ്രവാചകന്മാരെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതങ്ങനെ വിശ്വസിക്കുക. ഇത് തഫ്സീർ നിലക്ക് വിശ്വസിക്കുക. ഇത് ഇജ്മാൽ നിൽക്കുക. അങ്ങനെ ഇതാണ് ഇജ്മാൽ നിൽക്ക് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മക്കളായിരിക്കുന്ന അസ്ബാത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആ വിശ്വാസം. മനസ്സിലായില്ല? അവരിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ട് ഖുർആൻ അവിടെ പറഞ്ഞതാണ് ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല. അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സിബിത്ത് എന്ന് പറയും. സിബിത്തിന്റെ ജമ്മാണ് അസ്ബാത്ത്. ഔലാദ് യാക്കൂബ് എന്നാണ്. യാക്കൂബിന് മക്കൾ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക്. അപ്പം അപ്പോൾ അവരിലേക്ക് വഹി ഇറക്കപ്പെട്ടെന്നുള്ള ഉറപ്പാണ്. നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞത്, നമ്മോട് വിശ്വസിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസ്മാത്ത് എന്ന് പറയുന്ന ആ പ്രവാചകന്മാരെ നമുക്ക് വിശ്വസിക്കാൻ നിർബന്ധമാണ്. അതെന്താണ്? തഫ്സീൽ നൽകല്ല, അത് ഇജ്മാൽ നൽകാണ്. ആ അസ്മാത്തിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയണം. അതാ ഖുർആൻ പറഞ്ഞത് ഖൂലു ആമന്നാ, അസ്ബാത്തിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. അതാണ് ബഹുമാനപ്പെട്ട മുസ്തനിഫ് പറഞ്ഞത് തഫ്സീലു 25 പ്രവാചകന്മാർ തഫ്സീൽ നൽകുള്ളൂ. ബാക്കിയുള്ളത് ഇജ്മാൽ നൽകാണ്. അതായത് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. വേറെ ആയത്ത് കാണാം, അം തഖൂലൂന ഇന്ന ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത കാനൂ ഹൂദൻ ഔ നസാറാ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് അസ്ബാത്ത് മുഴുവനും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നെന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണോ? അപ്പൊ അവിടെയും അസ്ബാത്തിനെ പരാമർശിച്ചു. മനസ്സിലായില്ലേ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ യാക്കൂബ് നബി അലൈഹി സ്വലാമും യൂസുഫ് നബി അലൈഹി സ്വലാമും സഹോദരന്മാരും തമ്മിലൊക്കെ നടന്ന സംഭവങ്ങളുണ്ടല്ലോ. ആ സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അവര് പല സംഭവങ്ങൾ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കുറച്ച് കാണിക്കാനോ അവരെ മോശമായി മനസ്സിലാക്കാനോ പാടില്ല. അവരും പ്രവാചകന്മാരായിരുന്നു. അവരെ സംബന്ധിച്ചാണ് അസ്ബാത്ത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സ്ഥാനത്തിന് നിരക്കാത്ത ഒന്നും നാം വിശ്വസിക്കുകയോ നാം പരാമർശിക്കുകയോ ഒന്നും അരുത്. ആ ചരിത്രം അങ്ങനെ ആ കാലം കഴിഞ്ഞ് പക്ഷേ അവർക്ക് പ്രവാചകന്മാരായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നാം വിശ്വസിക്കുകയും അവരിൽ നാം മൊത്തത്തിലായിട്ട് വിശ്വാസം അർപ്പിക്കുകയും ചെയ്യണം. എങ്കിലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ എന്തായി? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു മകനായ ഇസ്ഹാഖ്, മറ്റൊരു മകനായ ഇസ്മായിൽ, അല്ലെ? ഇങ്ങനെ 2 മക്കളല്ലേ? അപ്പൊ ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലുള്ള ഏക സന്താനം ആര് മാത്രമാകുന്നു? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലുണ്ടായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലുണ്ടായ ഏക പ്രവാചകൻ ആര് മാത്രമാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ അവസരത്തിൽ ഇസ്ഹാഖ് നബിയിലൂടെ ഉണ്ടായതാണ് ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ എണ്ണിക്കോളി. ഖുർആനിൽ പറഞ്ഞ ബാക്കിയുള്ള പ്രവാചകന്മാര്
ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 3 പ്രവാചകന്മാരെ, 5 പ്രവാചകന്മാരെ ആദ്യം എണ്ണില്ല. ആദം നബി അലൈഹി സ്വലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, ഹൂദ് നബി അലൈഹി സ്വലാം, സാലിഹ് നബി അലൈഹി സ്വലാം. ഇങ്ങനെ 5 പ്രവാചകന്മാർ കഴിച്ച് ബാക്കി എത്ര ഉണ്ട്? 20 പ്രവാചകന്മാരുണ്ട്. ഈ 20 പ്രവാചകരിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിച്ചിട്ടുള്ള ബാക്കി എത്ര ഉണ്ടാവും? 19 പ്രവാചകന്മാരുണ്ടാവും. അപ്പൊ ഈ 19 പ്രവാചകന്മാരും ആരുടെ ഇതിലാ വന്നത്? ആരെ പരമ്പരയിലാണ് വന്നത്? മഹാനായിരിക്കുന്ന ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിലാണ് വന്നിരിക്കുന്നത്. അതാ കേട്ടാ, ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ്. ഒന്ന് നോക്കി നിങ്ങൾ, യാക്കൂബ് നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബിയുടെ നേരെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. ആ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളിൽപ്പെട്ട ഒരു മകനാണ് യൂസുഫ് അലൈഹി സ്വലാം. ബാക്കിയുള്ള 12 മകളിൽപ്പെട്ട ഒരാളാണ് യഹൂദ എന്ന് പറയൽ. യഹൂദ ഈ ഇസ്ഹാഖ് നബിയുടെ യാക്കൂബ് നബിന്റെ മക്കളായ ഒരു മകനായ യഹൂദയുടെ പരമ്പരയിൽപ്പെട്ടവനാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. യഹൂദയുടെ പരമ്പര വഴി വന്നവരാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനാരാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പരമ്പര എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം വരുന്നതും, അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാം വരുന്നതും, യഹ്യാ നബി അലൈഹി സ്വലാം വരുന്നതും. മനസ്സിലായെങ്കിൽ ആ പരമ്പര മനസ്സിലാക്കണം. ഒരു ഷജറത്താണത്. ഇത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒരു 12 മക്കളിൽ യഹൂദ എന്ന് പറയുന്ന ആ മക്കൾ മകന്റെ പരമ്പരയിൽ ആ പ്രവാചകനാണല്ലോ, ആ പ്രവാചക പരമ്പരയിൽ പിറന്ന മറ്റൊരു ആ പരമ്പര നേരെ മകനായിക്കൊണ്ടെന്നില്ല, അവരിൽ പിറന്ന ഒരാളാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. ആ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ് ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാം. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമിൽ നിന്നാണ് ആരൊക്കെ വന്നത് അറിയോ? സക്കരിയ നബി അലൈഹി സ്വലാം, സക്കരിയ നബിയുടെ മകനായ യഹ്യാ നബി അലൈഹി സ്വലാം, അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം എങ്ങനെയാണ് ഇപ്പോ അവരെ പരമ്പരയെ പറഞ്ഞു വെച്ചാല് മറിയം ബീവിയാണ് വന്നത്. മനസ്സിലായില്ലേ? അപ്പം വമിൻ ദുരിയത്തി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആര്? ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല എണ്ണിയിരിക്കുന്നത്. എണ്ണില്ലേ? അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ എങ്ങനെ എണ്ണുക? ഈസാ നബിക്ക് പിതാവില്ലല്ലോ, പിന്നെ എങ്ങനെ പരമ്പരയിൽ എണ്ണാൻ ചോദിച്ചാല് അപ്പൊ അത് ഉമ്മ വഴിക്കുള്ളവരുടെ ആര് അത് ഏതിലേക്ക് ചേരുന്നതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബ പരമ്പരയിലേക്ക് ചേരുന്നതാണ് ആര്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയുടെ കുടുംബവും. അതുകൊണ്ടാണ് വമിൻ ദുരിയത്തി. അപ്പം മകളെ മക്കൾക്കും എന്ത് പറയാ, നെസബ കൂട്ടി പറയാ. നമുക്കറിയാലോ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ അല്ലേ? അഹ്ലു ബൈത്ത് എന്നുള്ളത് ആരിലൂടെ വന്നത്? അഹ്ലു ബൈത്ത് എന്നുള്ളത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ്. നേരെ മറിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ 3 ആമക്കളിലെ അവരിലൂടെ അല്ല അഹ്ലു ബൈത്ത് ഉണ്ടായത്. അഹ്ലു ബൈത്ത് മുഴുവനും ഉണ്ടായത് ആരിലൂടെയാണ്? മകളായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ പിതാവിലൂടെ എല്ലാ പരമ്പര ഇബ്രാഹിം നബിയിലേക്ക് എത്തുന്നത്. പിതാവില്ലല്ലോ, ആരാണ് അത്? പിന്നെ മാതാവ് മറിയം ബീവി റളിയല്ലാഹു അൻഹ വഴിയാകുന്നു. അങ്ങനെ അപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ യഹൂദ എന്ന് പറയുന്ന ആ ഒരു മകന്റെ പരമ്പരയിലൂടെയാണ് ഈ 5 പ്രവാചകന്മാർ. ആര്? ദാവൂദ് നബി അലൈഹി സ്വലാം, സുലൈമാൻ നബി അലൈഹി സ്വലാം, ഈസാ അലൈഹി സ്വലാം, സക്കരിയ, യഹ്യ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മകനിലുള്ളതാണ് ആര്? യൂനുസ് നബി അലൈഹി സ്വലാം. അതൊക്കെ ആരിൽ വന്നറിയോ? യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളിൽപ്പെട്ട മറ്റൊരു മകനിലൂടെ വന്നതാണ് യൂനുസ് നബി അലൈഹി സ്വലാം. എന്നാൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മറ്റൊരു മക്കളിലൂടെ വന്നതാണ് ആര്? അയ്യൂബ് നബി അലൈഹി സ്വലാമും ദുൽഖഫിൽ അലൈഹി സ്വലാമും. അയ്യൂബ് നബിയും ദുൽഖഫിൽ അലൈഹി സ്വലാമും. അതുപോലെ തന്നെ ഇനി നോക്കുക, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മറ്റൊരു മകനിലൂടെ വന്നതാണ് മൂസാ നബി അലൈഹി സ്വലാം. അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാം. ഹാറൂൻ നബിയിലൂടെ വന്നതാണ് ആര്? ഇല്യാസ് നബി അലൈഹി സ്വലാമും അല്യസ അലൈഹി സ്വലാമും. കേട്ടങ്ങള് അതൊക്കെ എങ്ങോട്ടാ ചേരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് ചേർന്നത്. അതേ അവസരത്തിൽ ഇബ്രാഹിം നബിയുടെ എത്ര മക്കള്? 6 മക്കളിൽപ്പെട്ട ഒരു മകനിലൂടെ വന്നാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. ഷുഐബിന് ഇസ്ഹാഖ് നബി അല്ലാത്ത, ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അല്ലാത്തതായിരിക്കുന്ന മറ്റ് മക്കളിലൂടെ വന്നതാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. അങ്ങനെ 19 പ്രവാചകന്മാർ, 25 ഖുർആനിൽ പറഞ്ഞതായിരിക്കുന്ന 25 പ്രവാചകന്മാര്. ആ 25 പ്രവാചകന്മാരിൽ നിന്ന് 19 പ്രവാചകന്മാരും ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പരമ്പര വഴി വന്നതാകുന്നു. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിലൂടെ വന്നത് ആര് മാത്രമാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാകുന്നു. അപ്പൊ മൊത്തം മനസ്സിലായില്ലേ? ഇതാണ് കേട്ടോ. അപ്പോൾ അറബികൾ 3 വിഭാഗം: അൽ അറബുൽ ആരിബ,
അൽ അറബുൽ ബായിദ, അൽ അറബുൽ മുസ്തഅരിബ, അൽ അറബുൽ പിന്നെ മുസ്തഅരിബ. ഇങ്ങനെ 3 വിഭാഗമാണ് അറബികളുള്ളത്. 4 അറബികൾ മാത്രമാണ് പ്രവാചകന്മാരായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 21 പ്രവാചകന്മാരും അനറബികളാകുന്നു. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഖുർആനിൽ പറഞ്ഞ 25 പ്രവാചകന്മാരെ ഇനി നമുക്കിന്ന് നോക്കണം. ഖുർആനിൽ പറയാത്ത ചില പ്രവാചകന്മാരുണ്ട്. പേര് പറയാൻ പറ്റുമോ? നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാരുണ്ട്. ഖുർആനിലൂടെ അറിയപ്പെടാത്ത പ്രവാചകൻ, നമ്മൾ വിശ്വസിക്കുന്ന പേര് സഹിതം വിശ്വസിക്കുന്ന പ്രവാചകന്മാർ 2 പ്രവാചകന്മാരുണ്ട്. ആർക്കാ പറയാൻ കഴിയ? ഖുർആനിൽ പേരെടുത്ത് പറയാത്ത അതേ അവസ്ഥ ഹദീസിലൂടെയാണ് ആ പ്രവാചകന്റെ പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ 2 പ്രവാചകന്മാരുണ്ട്. ആർക്കെ പറയാൻ കഴിയോ? ദാനിയേൽ നബിയോ? ദാനിയേൽ നബി ഖിദർ നബിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഖിദർ നബിയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല ഹദീസിലുണ്ടോ? ഖിദർ നബിയാണെന്ന് ദുൽഖിഫിൽ ഖുർആനിൽ പറഞ്ഞതാണ്. ദുൽഖിഫിൽ എന്നുള്ളത് ഖുർആനിലുള്ളതല്ലേ? നമ്മൾ നേരത്തെ ഓതില്ലേ? ദുൽഖിഫിൽ ഇല്യാസ ദുൽഖിഫിൽ കുല്ലം മിനസ് സാലിഹീൻ. എന്താണ് ഖുർആനിൽ കൊണ്ട് ഹദീസ് കൊണ്ട് മാത്രം അറിയപ്പെട്ടതായിരിക്കുന്ന പ്രവാചകന്മാരെ ഒന്ന് ശീസ് നബി അലൈഹിസ്സലാം. ആരാണ്? ശീസ് നബി അലൈഹിസ്സലാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, വകാന നബിയ്യൻ ബിനസ്സിൽ ഹദീസ്, ഹദീസിന് നെസ് കൊണ്ടിട്ട് സംശയത്തിന് ഇടവില്ലാത്ത അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമായ നിലയ്ക്ക് പ്രവാചകനായിരുന്നു ആര്? ശീസ് നബി അലൈഹിസ്സലാം. കേട്ടോ, ഉസൈർ നബിയാ. ഉസൈർ നബിനെ ഖുർആനിൽ പറഞ്ഞതല്ലേ? ഉസൈർ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പേര് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഉള്ളത് നിങ്ങൾ പറയണ്ട, ഖുർആനില്ലാത്തത്. ശീസ് നബിയാ, ഖുർആനിൽ പേര് പറയാത്ത അതേ അവസരത്തിൽ നബിയാണെന്ന് നാം വിശ്വസിക്കുന്ന ഒരു പ്രവാചകനാണ് ആരെന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹി സ്വലാം. ശീസ് നബി പ്രവാചകനാണെന്ന് തെളിവെന്താ? ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ്? ഇബ്നു ഹിബ്ബാനൊക്കെ തന്റെ സഹീൽ ഉദ്ധരിച്ച അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നിന്ന് മർഫൂആയ ഒരു ഹദീസ് എന്താ? അന്നഹു നസല അലൈഹി 50 സഹീഫ. എത്ര ഏടുകളാണ് ശീസ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായത്? 50 ഏടുകൾ ആർക്കുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. തുബ്ബ എന്നവര് പ്രവാചകനാണോ എന്നുള്ള സംശയമുള്ളതാ പറയുന്നുണ്ട്, ശേഷം വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ശീസ് നബി അലൈഹിസ്സലാം. ശീസ് നബി അലൈഹിസ്സലാം ഹദീസ് കൊണ്ട് നാം അറിഞ്ഞ പ്രവാചകനാണ്. മറ്റൊന്ന് യൂഷഅ ഇബ്നു നൂൻ. മറ്റൊരു പ്രവാചകന് യൂഷഅ ഇബ്നു നൂൻ എന്നാണ് ആ പ്രവാചകന്റെ പേര്. എന്താ അതിന്റെ അർത്ഥം? അർത്ഥമല്ല, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകന്മാരായത്. നൂൻ എന്ന് പറയുന്ന ഒരാളെ മകനാട്ടോ. നൂൻ എന്നവരുടെ മകനാണ് യൂഷഅ എന്നവര്. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഗസാ നബിയ്യും മിനൽ അംബിയാ, നബിമാരിൽപ്പെട്ട ഒരു പ്രവാചകൻ യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയാണ്. ഒരു നബിയെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താ? ഫഖാല ലി ഖൗമി, ആ പ്രവാചകൻ തന്റെ ഖൗമിനോട് പറഞ്ഞു, ലാ യത്തബിഅന്നി അല്ലെ ലാ യത്തബിഅന്നി റജുലുൻ ഖദ് മലക ബുൽഅ ഇംറഅത്തിൻ വഹു യുരീദു അൻ യബ്നാ ബിഹാ. വിവാഹം കഴിച്ച് ഭാര്യയുമായി സന്ധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളും എന്റെ കൂടെ യുദ്ധത്തിന് ഇപ്പോൾ വരേണ്ടതില്ല. എന്താ പറഞ്ഞത്? ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ആ സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ആളിത് അത് നിർത്തിവെച്ചുകൊണ്ട് അവര് വിവാഹിതരായ ആളുകളുണ്ടല്ലോ പുതുതായിട്ട്, അവരാരും എന്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല. വലാ ആഖറു ഖദ് ബനാ ബുന്യാനം വലം യർഫഅ സഖഫ, ഒരാൾ വീടുണ്ടാക്കി ആ വീടിന് തട്ട് വാർത്തിട്ടില്ല, ആ വീടിന് മേൽപ്പുറം ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനത്തോനും അത് അവിടെ വെച്ചുകൊണ്ട് എന്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. വലാ ആഖറു ഖദ് ഇസ്തറാ ഗനമൻ വ ഖലഫാത്തുൻ വഹു യന്തദുറു ഔലാദാ, വേറൊരു വ്യക്തി എന്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ ആടുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ആടുകളിൽ നിന്ന് എന്ത് കുട്ടികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രസവിക്കാൻ ആടുകളൊക്കെ ഉണ്ട്. പ്രസവിക്കാൻ ആടുകളപ്പോ അതിന് അവകൾക്ക് പരിചരണം വേണ്ടേ? പരിചരണം വേണം. അപ്പോ അതിനും അങ്ങനത്തെ ആയിരിക്കുന്ന വ്യക്തിയും എന്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് ആ പ്രവാചകൻ പറഞ്ഞു. ഫഗസ. പിന്നെ ഹദീസ് ക്ലാസ് അതായിരുന്നോ?
ശരി. അപ്പം കാര്യങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? അതെ. അപ്പോ അതെന്താണ്? ആ നബി ഏതാണ്? നമുക്ക് നോക്കാം. പിന്നെ ഖരീബൻ മിൻ ദാലിക ഫഖാല ലിശംസി അൻതി മഅമൂറത്തുൻ വഅന മഅമൂറൻ അല്ലാഹുമ്മ ഹബ്സ്ഹാ അലയ്യ ശൈഅൻ. അങ്ങനെ അദ്ദേഹം ചെയ്ത്, ആ പ്രവാചകൻ പിന്നെ യുദ്ധം ചെയ്ത് അങ്ങനെ കരയോട് അടുക്കാനായി അസ്ർ പിന്നെ ഫദനാ മിനൽ ഖറിയത്തി ഹീന സല്ലൽ അസ്റ ഖരീബൻ മിൻ ദാലിക ഫഖാല ലിശംസി. അസ്റിന്റെ സമയമായി അടുത്തിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയത്തിനാൽ എന്ത് പറഞ്ഞു സൂര്യനോട്? അന്തി മഅമൂറ, സൂര്യ, നീ അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ചാ നടക്കുന്നത്, നിന്റെ ഇഷ്ടത്തിനല്ല നടക്കുന്നത്. വാന മഅമൂറ്, എന്നോട് ഞാനും മഅമൂറാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അംറ് ലഭിക്കുന്ന വ്യക്തിയാണ്, കൽപ്പന ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പടച്ചവനെ അല്ലാഹുമ്മ ഹബ്സ്ഹാ അലയ്യ ശൈഅൻ, നീ സൂര്യനെ കുറച്ചൊന്ന് എനിക്ക് വേണ്ടി അവിടെ നീ തടഞ്ഞു നിർത്തണം. സൂര്യനെ ചലിക്കാതെ സമയം പിടിച്ചു നിർത്താൻ പറഞ്ഞതാ, മനസ്സിലായില്ലേ? സമയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രവാചകൻ ദുആ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ഗസാ നബിയ്യും മിനൽ അംബിയാ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ. അപ്പൊ അങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നു. ആ നബി ആരാണ്? നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ആ നബി യൂശൈ ബിൻ നൂൻ ആണെന്നുള്ള തെളിവ് എന്താണ്? അത് മറ്റൊരു ഹദീസിലുണ്ട്. ഏതാണ് ഹദീസുള്ളത്? ഇന്ന ശംസ ലം തുഹ്ബസ് ഇല്ലാ ലിയൂശാ ലയാലിയ സാറ ഇലാ ബൈത്തുൽ മുഖദ്ദസി. യൂശൈ നബി അലൈഹി സ്വലാമിനല്ലാതെ സൂര്യനെ പിടിച്ചു നിർത്തപ്പെട്ടിട്ടില്ല എന്ന് വേറെ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞായിരിക്കുന്ന ഗസാ നബിയ്യുൻ മിനൽ അംബിയാ എന്ന് പറഞ്ഞായിരിക്കുന്ന നബി ഏത് നബിയാണെന്ന് മനസ്സിലായി. ഈ സൂര്യൻ പിടിച്ചു നിർത്തപ്പെട്ടതായിരിക്കുന്ന നബി യൂശൈ ബിൻ നൂൻ ആണെന്ന് മറ്റൊരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഖുർആനിൽ പേര് പരാമർശിക്കാതെ ഹദീസിലൂടെ മാത്രം നമുക്ക് മനസ്സിലാകാതിരിക്കുന്ന പ്രവാചകനാണ്, മറ്റൊരു പ്രവാചകനാണ് യൂശൈ ബിൻ നൂൻ അലൈഹിസ്സലാം. അപ്പൊ ഇനി ചെന്നാൽ ചില പ്രവാചകന്മാര്, നുബുവത്തിൽ സംശയമുള്ള ചില പ്രവാചകന്മാരുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് നോക്കുക. ദുൽഖർനൈനി അലൈഹിസ്സലാം നോക്കുമ്പോൾ ദുൽഖർനൈനിയെ സംബന്ധിച്ച് അല്ലാഹു തആല ദുൽഖർനൈനിയോട് ഖിതാബിട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഖുൽനാ യാ ദുൽഖർനൈനി ഇമ്മാ അൻ തുഅദിബ വ ഇമ്മാ അൻ തത്തഖദ ഫീഹിം ഹുസ്നാ. അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. ആ ജനവിഭാഗത്തെ ഒന്നിക്ക് ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെന്ത് ചെയ്യാം, നന്മ നിങ്ങൾക്ക് ഉണ്ടാക്കുകയോ അവർ ശിക്ഷിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹു തആലയുടെ ഖിതാബ്, അല്ലാഹു തആല സംസാരിച്ച വ്യക്തിയാണ് ആര്? ദുൽഖർനൈൻ ഇസ്ലാം. അപ്പോൾ ഈ സംസാരം തന്നോട് കൂടെ ഉണ്ടാകുന്ന നബി മുഖേനയായിരുന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ നബി ആയിരുന്നോ? ഇതിലാണ് ഖിലാഫ് ഉള്ളത്, മനസ്സിലായില്ലേ? ഇദ്ദേഹം തന്നെ നബി ആയിരുന്നു, അതല്ല ഈ ഖുൽനാ യാ ദുൽഖർനൈനി എന്നുള്ളത് തന്നോട് കൂടെ ഉണ്ടായിരുന്ന പ്രവാചകൻ വഹിക്കുള്ളതായിരിക്കുന്ന സംസാരമായിരുന്നോ എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല ദുൽഖർനൈൻ എന്നവർ നബിയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുൽഖർനൈൻ എന്നവർ നബിയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് തഫ്സീർ റാസിയിലൊക്കെ, മനസ്സിലായില്ലേ? എന്നാൽ ഇബ്നു ജറീർ റളിയല്ലാഹു തആല പറയുന്നു ഹാദാ മർവീൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ വാലിഹി ലാഹിറുൽ ഖുർആൻ. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു അംറിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത്. ഇത് തന്നെയാണ് ഖുർആന്റെ ലാഹിറും ദുൽഖർനൈൻ നബിയാണെന്നതിലേക്കാണ് പോകുന്നത്. ലാഹിർ, മനസ്സിലായില്ലേ? അവന് വമിനല്ലദീന നഫൗ നുബുവത്തു അലി ഇബ്നു അബി താലിബ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുക്കെ അടങ്ങുന്ന ചില സ്വഹാബികളെ ആര് നബിയല്ല എന്ന് പറഞ്ഞവരാണ്, ദുൽഖർനൈൻ നബിയല്ല എന്ന് പറഞ്ഞവർ. ഏതായാലും സംശയമുണ്ട് എന്ന് ഓർപ്പ്. അതായത് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഖണ്ഡിതമായി നൽകാത്ത കാര്യം സ്ഥിരപ്പെട്ടതാണ് ഉണ്ടെങ്കിൽ പിന്നെ ഖിലാഫ് ഉണ്ടാവില്ലല്ലോ. അപ്പം പ്രവാചകനാണോ അല്ലേ എന്നത് സംശയമുള്ള ഒരാളാണ് ദുൽഖർനൈൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും നല്ല എന്താണ്? നബി ആണെന്നോ അല്ലെന്നോ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും പറയണ്ട, നബി ആണെന്നും പറയണ്ട അല്ലെന്നും പറയണ്ട. അതാണ് ഏറ്റവും നല്ല കോലം. കാരണം അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാ, എനിക്കറിയില്ല അതിന് അദ്ദേഹം ആരായിരുന്നു ഈ ദുൽഖർനൈന്റെയും തുബ്ബൈന്റെയും കാര്യത്തിൽ ഇവർ രണ്ടുപേരും നബിയായിരുന്നോ അതല്ല പിന്നെ മറ്റൊരു നബിയെ ഇവരെ പിന്തുടർന്ന മാ അതിരി ഇത്തബഅ നബിയൻ അംല വമാ അതിരി ദുൽഖർനൈൻ നബിയൻ അംല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല എന്നാ. ദുൽഖർനൈനും തുബ്ബവും ഒക്കെ നബി ആയിരുന്നോ? മാ അതിരി ആ തുബ്ബവും എന്നാട്ടോ. മാ അതിരി ആ തുബ്ബവും നബിയൻ അംല, തുബ്ബ നബിയാണോ അല്ലേന്ന്, അതുപോലെ തന്നെ ദുൽഖർനൈൻ നബിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ
അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ പ്രത്യേകിച്ചൊന്ന് നബിയാണെന്നും അല്ലെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കും ആ നിലപാട് തന്നെയാണ് നാം ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ തുബ്ബൈനെ സംബന്ധിച്ച് പറയാം, അഹും ഖൈറുൻ അം ഖൗമു തുബ്ബൈൻ വല്ലദീന മിൻ ഖബ്ലിഹിം അഹ്ലക്നാഹും ഇന്നഹും കാനൂ മുജ്രിമീൻ. കണ്ടോ, ഇവിടെ തുബ്ബൈ എന്നവരുടെ കൗമ് അവരാണോ ഖൈറ്, അല്ലെങ്കിൽ തുബ്ബൈന്റെ കൗമാണോ ഖൈറ് എന്ന് പറഞ്ഞുള്ള ഒരു പരാമർശം ഖുർആനിൽ കാണാം, സൂറത്ത് ദുഖാനിൽ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറൊരു സൂറത്ത് ഖാഫിൽ നമുക്ക് കാണാം, കസബത്ത് ഖബലുഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ് വആദും വഫിർഔൻ വഇഖ്വാനു ലൂത്ത് വഅസ്ഹാബുൽ ഐകത്തി വഖൗമു തുബ്ബൈൻ കുല്ലുൻ കസബ റുസുല ഫഹഖ വഈദ്. തുബ്ബൈന്റെ കൗമ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു പരാമർശം വന്നിട്ട്, അപ്പൊ തുബ്ബൈ എന്നവർ പ്രവാചകനാണോ അല്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. മറ്റൊരു പ്രവാചകനാണ് ഖിദ്ർ അലൈഹിസ്സലാം. സംശയമുള്ള ഒരു പ്രവാചകനാണ് ഖിദ്ർ നബി അലൈഹിസ്സലാം. ഖിദ്ർ നബിയെ സംബന്ധിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരു സാലിഹ അടിമയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇൽമു പഠിക്കാൻ വേണ്ടി പോയത് ആരിലേക്കാണ്? ഖിദ്ർ നബി അലൈഹിസ്സലാമിലേക്കാണ് ഇൽമു പഠിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ബലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഖിദ്ർ നബി നബിയാണെന്നുള്ളതാ. മനസ്സിലല്ലേ? കാരണം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് നമ്മൾ അദ്ദേഹത്തിന് അറിവ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശം ഉണ്ടായത് ആരൊക്കെയാണ്? അവരൊക്കെ പ്രവാചകന്മാരല്ലാതെ ആവൂല എന്നുള്ള ഖുർആനിൽ കാണാം. വജദാ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. സൂറത്തുൽ കഹ്ഫ്. അങ്ങനെ രണ്ടുപേരും എത്തിച്ചു, മൂസാ നബി അലൈഹി സ്വലാമും. അതുപോലെ തന്നെ ആരെ കൂടെ ഉണ്ടായിരുന്നത്? മൂസാ നബി അലൈഹി സ്വലാമിന് കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? മൂസാ നബിന്റെ കൂടെ പോയിരുന്ന ആരായിരുന്നു? നമ്മളിപ്പോൾ പരാമർശിച്ചല്ലോ ഒരു പ്രവാചകന്റെ പേര്. മൂസാ നബിന്റെ കൂടെ പോയിരുന്ന മൂസാ നബിന്റെ കൂടെ യൂഷ നബി അലൈഹി സ്വലാം അല്ലേ? യൂഷ നബി അലൈഹി സ്വലാമാണ് അല്ലേ? ഖിദ്ർ നബിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ മൂസാ നബി ഒറ്റക്കല്ല പോയത്. അവർ രണ്ടുപേരും എത്തിച്ചു, ഒരു അടിമയെ എത്തിച്ചു, നമ്മുടെ അടിമകളിൽ നിന്ന് ഒരടിമയെ എത്തിച്ചു. എന്താ? ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, ആ അടിമക്ക് നാം നമ്മുടെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ യൂഷ ഇബ്നു നൂനും അതുപോലെ തന്നെ യൂഷ ഇബ്നു നൂൻ എന്നല്ലേ എൻ്റെ ഓർമ്മ അതാണ് അല്ലേ? മൂസാ നബിന്റെ കൂടെ പോയ പ്രവാചകൻ ഏതാണ്? യൂഷ ഇബ്നു നൂൻ അല്ലേ? അതെ. അപ്പം ഈ രണ്ടുപേരും ആരെ? നമ്മുടെ ഒരു അടിമയെ എത്തിച്ചു. അപ്പോൾ നമ്മുടെ അടിമ എന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് റഹ്മത്ത് കൊടുത്തു എന്നും വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. ചില നമ്മുടെ കുറെ ആലിമികൾ പലരും ഖിദ്ർ നബി അലൈഹി സ്വലാം നബിയാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കിതാബുകളും ഉണ്ടെന്നുള്ള മനസ്സിലായില്ലേ? നബിയാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന പല തെളിവുകളെ കൊണ്ടും ഖിദ്ർ നബി നബിയാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഏതായാലാട്ടെ, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നാം നമ്മുടെ ഭാഗത്ത് ലദുന്നിയായിരിക്കുന്ന ഇൽമ് നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഇവിടെ എന്താണ്? റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഭാഗത്ത് റഹ്മത്ത് കൊടുത്തു. ഈ റഹ്മത്ത് എന്താണ്? നുബുവത്താകുന്ന റഹ്മത്ത്, പ്രവാചകത്വമാകുന്ന റഹ്മത്താണ് എന്ന് പറയുന്നത് വേറെ ഒരുപാട് തെളിവുകളുണ്ട്. മനസ്സിലായില്ലേ? ഖുർആനിൽ കാണാം. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക, പിന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം മാസൂമല്ലേ? മൂസാ നബി പ്രവാചകനാ, റസൂലുമാണ്, നബിയുമാണ്, യാതൊരു സംശയമില്ല. ഇങ്ങനെ മാസൂമാതായിരിക്കുന്ന ഒരു പ്രവാചകൻ അല്ലാതിരിക്കാൻ നബി അല്ലെങ്കിൽ പിന്നെ ഖിദ്ർ നബി അല്ലെങ്കിൽ പിന്നെ മാസൂമാവൽ നിർബന്ധമല്ലല്ലോ അല്ലേ? പ്രവാചകന്മാർക്ക് എന്തു നിർബന്ധമുള്ളൂ? മാസൂമാവൽ നിർബന്ധമുള്ളൂ. മറ്റുള്ളവർക്ക് എന്തല്ല നിർബന്ധമില്ല, അവർക്ക് മഹ്ഫൂലീങ്ങളാണ്. പ്രവാചകന്മാരല്ലാത്ത സ്വാലിഹീങ്ങൾ ഔലിയാക്കളൊക്കെ എന്താണ്? മഹ്ഫൂലീങ്ങളാണ്. അവർക്ക് നിർബന്ധമായ ഇസ്മത്തല്ല ഇസ്മത്ത് എന്നുള്ളത്. അപ്പം മാസൂമായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം മാസൂം അല്ലാത്ത ഒരാളോട് പിൻപറ്റാൻ പോകുമോ ഖിദ്ർ നബി അല്ലെങ്കിൽ? കാരണം അവരുടെ നിർദ്ദേശങ്ങളിലും അവർ മനസ്സിലാക്കിയതിലും അവർക്ക് തോന്നുന്നതിലും ഒക്കെ തന്നെ പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പിഴവ് സംഭവിക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു പ്രവാചകന്റെ ഒരു വ്യക്തിയോട് മാസൂമായിരിക്കുന്ന ഒരു പ്രവാചകൻ ഇൽമു പഠിക്കാൻ പോവുക, അദ്ദേഹത്തെ പിന്തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുക എന്നുള്ളത് എന്ത് പറ്റില്ല? അങ്ങനെ ഉണ്ടാവുകയില്ല. ഒരു മാസൂം അല്ലാത്ത ഒരു വ്യക്തിയോട് മാസൂമ് പിന്തുടർന്ന് ഇൽമു പഠിക്കേണ്ട ഒരു വിഷയം
ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ മാസൂമായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളിർ നബി അലൈഹി സ്വലാം ഇൽമു പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഖിളിർ നബി നബിയാണെന്നുള്ളതിന്. വേറെയും തെളിവ് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ആ കുഞ്ഞിനെ കൊന്നത് ഉണ്ടല്ലേ, പിന്നെ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാം ആ കുഞ്ഞിനെ കൊന്നില്ലേ, അതെന്തുകൊണ്ടാണ് കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളത്? അത് വഹി മുഖേനയായിരുന്നു. എങ്ങനെയാ വഹി മുഖേന ഉണ്ടായത്? നമുക്കറിയാം, ഖിളിർ നബി ഇസ്ലാമാകുനെ പ്രായപൂർത്തിയാവാത്ത ആയിരിക്കുന്ന ആ കുഞ്ഞിനെ കൊന്ന് കാരണം എന്തുകൊണ്ട്? ആ കുഞ്ഞ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കാഫിറാകുമെന്നും ആ കാഫിർ ആയിരിക്കുന്ന ഈ മകനോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ മാതാപിതാക്കളടക്കം അവര് പേച്ചുപോയി കാഫിറായി പോകുമെന്നും ഭയപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്ന ആ കുഞ്ഞിനെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ കൊന്നു കളഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാം. അപ്പൊ അതിൽ നിന്നുണ്ട് വലിയൊരു മസ്ലഹത്ത് ഉദ്ദേശിച്ചിട്ട് അതിൽ വലിയൊരു തന്റെ മാതാപിതാക്കളെ കൂടി സംരക്ഷിക്കുക, കുഫറിൽ വീണു പോകുന്നതിനോട്ട് സംരക്ഷിക്കുക എന്ന് പറയുന്നതായ വലിയൊരു മസ്ലഹത്ത് അതിൽ അടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ കൊന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അത് പ്രവാചകനായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളല്ലത്. അപ്പോ ഇത്തരം സംഭവങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഖിളിർ നബി അലൈഹി സ്വലാം നബിയാണെന്ന് തെളിയുന്നുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഖിളിർ നബിന് എന്താ പറഞ്ഞത് അവസാനം അല്ലേ? പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ ക്ഷമിക്കാൻ സാധിക്കൂല, നിങ്ങൾ എൻ്റെ കൂട്ടത്ത് കൂടണ്ട, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടാതെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേണ്ട, ഞാൻ നിങ്ങളെ കൂടെ പോരും, ഞാൻ ക്ഷമാശീലനായിട്ട് നിങ്ങൾക്ക് എന്നെ എത്തിക്കാൻ സാധിക്കും, ഞാൻ ഇനിയും നിങ്ങളോട് ചോദ്യം ചെയ്യൂല, ചോദ്യം ചെയ്താൽ അവിടെ വെച്ച് നമുക്ക് വേർപിരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാദാ ഫുറാഖു ബൈനിയോ ബൈനിക്ക സൗനബ്യുക്ക എന്നറിയില്ലേ? അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അൽ കഹ്ഫ് സൂറത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അവസാനം എന്ത് പറഞ്ഞു? ഈ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാം ഓരോ സംഭവത്തിന്റെയും പിന്നെ അന്താക്കി ചെന്നപ്പോൾ അവരോട് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തില്ല. പക്ഷെ അവിടെ മറിഞ്ഞു വീഴാനായിരിക്കുന്ന ഒരു മതിലുണ്ടായിരുന്ന മതിൽ കെട്ടിക്കൊടുത്ത് അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കൊന്ന്, അതുപോലെ കപ്പല് ഉണ്ടാക്കി, കപ്പല് പിന്നെ ഓട്ടയാക്കി കടലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് പലകെടുത്ത് കപ്പൽ മുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ബാഹ്യമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടായത്. മൂസാ നബി ചോദ്യം ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതെന്തുകൊണ്ട് ചെയ്ത്? കപ്പലിന് പലക ഇളക്കിയത് എന്തുകൊണ്ട്? കുഞ്ഞിനെ കൊന്നത് എന്തുകൊണ്ട്? മതിൽ കൊടുത്തത് എന്തുകൊണ്ട്? കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ട് എന്താ അവസാനം എന്ത് പറഞ്ഞ്? ഇതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ സ്വന്തം കൽപ്പന പ്രകാരം, എൻ്റെ സ്വന്തം നിശ്ചയപ്രകാരം ചെയ്തതല്ല, അതൊക്കെ എന്നോട് കൽപ്പിക്കപ്പെട്ടതായിരിക്കുന്നു. അതൊക്കെ എന്നിലേക്ക് വഹിയിറക്കപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാം അവസാനമായി പറഞ്ഞത്. ഇങ്ങനെ പല തെളിവുകളെ കൊണ്ടും ഖിളിർ നബി നബിയാണെന്നുള്ള ആ ഭാഗത്തിനാണ് കൂടുതൽ തെളിവുള്ളത്. എങ്കിലും എതിര് പറഞ്ഞ ആളുകളുള്ളത് കൊണ്ട് സംശയിക്കപ്പെട്ടതായിരിക്കുന്ന വിഭാഗത്തിലായിട്ടാണ് ഇവിടെ എണ്ണിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഖിളിർ നബി അലൈഹി സ്വലാമിനെ. അപ്പം എന്ത് പറഞ്ഞേ? യൂഷ നബി അലൈഹി സ്വലാം, ഷീർ നബി അലൈഹി സ്വലാം, യൂഷ നബി അലൈഹി സ്വലാം ഹദീസ് എന്ന് അറിയപ്പെട്ട പ്രവാചകന്മാരാകുന്നു. സംശയമുള്ള പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് ഒന്ന് ദുൽഖർനൈൻ അലൈഹി സ്വലാം, അതുപോലെ തന്നെ തുബ്ബ അലൈഹി സ്വലാം, അതുപോലെ തന്നെ ഖിളിർ അലൈഹി സ്വലാം തുടങ്ങിയ ആളുകളൊക്കെ തന്നെ. മനസ്സിലായില്ലേ? അപ്പം ഈ പ്രവാചകന്മാരിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ നിർബന്ധമാണ്. ഒരു പ്രവാചകനിൽ എന്ത് ചെയ്താൽ പോരാ? ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മറ്റെല്ലാ പ്രവാചകനിലും വിശ്വസിക്കൽ വരികയില്ല. എന്നാൽ ഒരു പ്രവാചകനെ തള്ളിക്കളഞ്ഞാലോ? ഒരു പ്രവാചകനെ തള്ളിക്കളഞ്ഞാൽ മറ്റെല്ലാ പ്രവാചകന്മാരെയും തള്ളിക്കളയുന്നത് പോലെയാണ്. നമുക്ക് ഒരുപാട് ആയത്തുകൾ തന്നെ നമുക്ക് ഓടാൻ സാധിക്കും. കസബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ കടകള് എന്താ? സൂറത്ത് ശുറായിൽ കസബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹ് നബിന്റെ ഖൗമ് മുർസലീകളെ തള്ളിക്കളഞ്ഞു. എന്താ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമ് നൂഹ് നബിനെ തള്ളി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമ് നൂഹ് നബിനെ മാത്രമാണ് കളവാക്കിയത്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? കസബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, പ്രവാചകന്മാരെ എന്നാ പറഞ്ഞത് ബഹുവചനമായിട്ട്. അതുപോലെ തന്നെ കസബത്ത് ആദുൽ മുർസലീൻ, ആദ് ഗോത്രക്കാർ പ്രവാചകന്മാരെ തള്ളി പറഞ്ഞു. വേറെ ആയത്ത് കാണാം കസബത്ത് സമൂദുൽ മുർസലീൻ, ഉണ്ടോ? സമൂദ് ഗോത്രം പ്രവാചകന്മാരെ കളവാക്കി തള്ളിപ്പറഞ്ഞു. കസബത്ത് ഖൗമു ലൂത്തിനിൽ മുർസലീൻ, ലൂത്ത് നബിന്റെ ഖൗമു മുർസലുകളെ കളവാക്കി. അപ്പൊ എന്താണ്? ഒരു പ്രവാചകനെ കളവാക്കിയാൽ മുർസലുകളെ പ്രവാചകന്മാരെ മുഴുവനും കളവാക്കിയതുപോലെയാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ?
അപ്പോൾ ഒരു ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ പ്രവാചകന്മാരെ കളവാക്കിയാൽ അതേ പ്രവാചകത്വം കൊണ്ടുവന്ന സർവ്വ പ്രവാചകന്മാരെയും കളവാക്കിയതുപോലെ തന്നെയാണ്. കാരണം പ്രവാചകന്മാർ റിസാലത്ത് മുഴുവൻ ഒന്നാ, പ്രവാചകന്മാർ റിസാലത്ത് ദീന് മുഴുവനും ഒന്നാ, ശരീഅത്തെ വ്യത്യാസമുള്ളൂ. ദീന് എല്ലാ പ്രവാചകന്മാരും ദീനും ആകാശത്തിലും ഭൂമിയിലും ഒക്കെ ഒന്ന് തന്നെയാണ്, യാതൊരു സംശയമില്ല. ശരീഅത്തുകൾ തമ്മിൽ നിന്ന് നിയമങ്ങളിൽ നിന്നുണ്ടാകും, വിധിവിലക്കുകൾ വ്യത്യാസമുണ്ടായിരിക്കാം, ദീൻ ഒന്നാണ്. അപ്പോൾ ഒരു പ്രവാചകനെ അദ്ദേഹത്തിന്റെ ദീനിന്റെ വിഷയത്തിൽ കളവാക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ദീനും അതേ തത്തുല്യമായ ദീനുമായി കൊണ്ടുവന്ന എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയതുപോലെ തന്നെയായ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഇൻഷാ അല്ലാഹ് ഖിദർ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ചുരുക്കം പറഞ്ഞാൽ 25 പ്രവാചകന്മാരെ വിശദമായിട്ട് പഠിക്കലും മറ്റ് പ്രവാചകന്മാരെ മൊത്തത്തിൽ പഠിക്കലും അവരിൽ വിശ്വസിക്കലും, അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരെ മൊത്തമായിട്ട് ഖുർആനിൽ പറഞ്ഞു ഹദീസിൽ പറഞ്ഞതുമായിരിക്കുന്ന 1,24,000 പ്രവാചകന്മാരിലും 315ഓളം മുർസലുകളിലും പിന്നെ വിശ്വസിക്കുന്നെന്നും ഖുർആനിൽ ഒരു പേരെടുത്ത് പറഞ്ഞവരെ പേരെടുത്തുകൊണ്ടുള്ള തഫ്സീർ നൽകുന്ന വിശ്വാസം നമുക്ക് വേണമെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ചുരുക്കം. ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർകൾ ആ വിഷയത്തിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ലൂത്തും ഇസ്മായിലും ഇസ്ഹാഖും കഥ, യാക്കൂബ് യൂസുഫു അയ്യൂബ് ഹുത്തദ ശുഐബ് ഹാറൂൻ മൂസ വല്യസൈ വദുൽകുഫ്രി ദാവൂദ് സുലൈമാൻ തബ ഇല്യാസ് നൂഹ് സക്കറിയ യഹ്യ ഈസാ വതഹ ഖാതമുൻ ദഗയ്യ അലൈഹിമിസ്സലാത്തു വസ്സലാമു വആലിഹിം മാദാമത്തുൽ അയ്യാമും. ഈ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ മേലെ അല്ലാഹു തആല സലാത്തു സലാം ഉണ്ടായിരിക്കട്ടെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാലത്തോളം, അതായത് ഖിയാമത്ത് നാളും അവരുടെ മേൽ സലാത്തു സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുമായിട്ട് കുറച്ചുകൂടി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനാണ്. എന്തുകൊണ്ടാണ് ചില പ്രവാചകന്മാരെ അല്ലാഹു തആല പേര് പറയാതിരുന്നത് എന്നും തുടങ്ങിയതായിരിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുള്ള ചർച്ച അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇങ്ങനെ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ പെരുന്നാൾ വരെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഓതാ എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.